ഇന്ന് കുറച്ച് നെയ്യ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പാടി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാൽ ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം അതൊന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട്. തണുത്ത് വരുമ്പോഴേക്കും അതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ പാൽപ്പാട കിട്ടും. അപ്പോൾ അത് ഡെയിലി ഇങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ കുറേ ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ പാൽപ്പാട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പാൽപ്പാട നേരത്തെ തന്നെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ പോയിട്ട് ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങും. നന്നായി തിളക്കുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇല്ലെങ്കിൽ അത് നന്നായിട്ട് അടുക്കി പിടിച്ചു പോകും. പിന്നെ നമുക്ക് കരിഞ്ഞ സ്മെല്ലും കരിഞ്ഞ നെയ്യുമായിരിക്കും കിട്ടുന്നുണ്ടാവുക. നന്നായി തിളച്ചതിന് ശേഷം ഇതാ സൈഡിലൊക്കെ ഇതുപോലെ നെയ്യ് ഊറി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാവും. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ അടിയിലെ ആ ഒരു വേസ്റ്റൊക്കെ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയും നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കേണ്ട കാര്യമില്ല. ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു താഴത്തുള്ള ബ്രൗൺ കളർ വേസ്റ്റും കൂടെ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് ഒത്തിരി നെയ്യ് കിട്ടുന്നതായിരിക്കും. 490 രൂപയുടെ നെയ്യ് ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്രയും ഭാഗം നെയ്യ് കിട്ടിയിട്ടുണ്ട്. വെറുതെ കളയുന്ന പാൽപ്പാടയാണ്. കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ നെയ്യ് നല്ല കട്ടയായിട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.